കല്യാണക്കളി എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം ഏത്? ഉത്തരം മംഗലം കളി. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രകല ഏത്? ഉത്തരം ചുമർ ചിത്രങ്ങൾ. കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തരൂപം ഏത്? ഉത്തരം മോഹിനിയാട്ടം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? ഉത്തരം കഥകളി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? ഉത്തരം വള്ളത്തോൾ. മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ പ്രധാനി ആര്? ഉത്തരം മോയിൻകുട്ടി വൈദ്യർ. കലാബോധവും ഈശ്വരഭക്തിയും സമ്മേളിക്കുന്ന അനുഷ്ഠാന കലാരൂപം ഏത്? ഉത്തരം തെയ്യം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. തെയ്യം എന്ന വാക്ക് രൂപം കൊണ്ടത് ഏത് പദത്തിൽ നിന്നാണ്? ഉത്തരം ദൈവം. നായാട്ട്, തൊഴിൽ, അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാന വിഷയമായി വരുന്ന കലാരൂപം കല്യാണക്കളി എന്നും അറിയപ്പെടുന്ന ഈ കലാരൂപം ഏതാണ്? ഉത്തരം മംഗലം കളി. വില്ലടിച്ചാൻ പാട്ടിന്റെ സംഗീതവാദ്യ ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ വില്ല്, ബി കുടം, സി മണി കെട്ടിയ കോൽ, ഡി ചെണ്ട. ഉത്തരം ചെണ്ട. തിരുവാതിരയെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും വട്ടത്തിൽ കളിക്കുന്നു. സ്ത്രീകളുടെ സംഘനൃത്തം ആണ്. കേരളീയ വേഷമാണ് ധരിക്കുക. മകരമാസത്തിലാണ് തിരുവാതിരക്കളി നടക്കുന്നത്. ഇതിലെ തെറ്റായ പ്രസ്താവന മകരമാസത്തിലാണ് തിരുവാതിരക്കളി നടക്കുന്നത്. ശരിയുത്തരം ധനുമാസത്തിലാണ് തിരുവാതിരക്കളി നടക്കാറുള്ളത്. മാർഗം കളിയുടെ വേഷം എങ്ങനെയുള്ളതാണ്? ചട്ടയും മുണ്ടും ആണ് മാർഗം കളിയുടെ വേഷം. കർണാട്ടിക് സംഗീതം ഏത് വിഭാഗത്തിൽ പെടുന്നു? എ നാടൻപാട്ട്, ബി മാപ്പിളപ്പാട്ട്, സി ശാസ്ത്രീയ സംഗീതം, ഡി താരാട്ടുപാട്ട്. ഉത്തരം ശാസ്ത്രീയ സംഗീതം. കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വായ്മൊഴിയായി പകർന്നു വന്നതാണ് നാടൻപാട്ടുകൾ. ആണൊപ്പന എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? ഉത്തരം വട്ടപ്പാട്ട്. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് വന്ദനാഗാനത്തിൽ തുടങ്ങി കഥാഗാനത്തിലൂടെ അവതരിപ്പിക്കുന്ന കലാരൂപം ഏത്? ഉത്തരം വില്ലടിച്ചാൻ പാട്ട്. സ്ത്രീകളുടെ സംഘനൃത്ത രൂപമാണിത്. ഒപ്പം പുരുഷന്മാർ കൈകൊട്ടുകയും പാട്ടുപാടുകയും ചെയ്യുന്ന കലാരൂപം. ഉത്തരം മംഗലം കളി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രധാനമായും കണ്ടുവരുന്ന കലാരൂപമാണ് മംഗലക്കളി. ഇതിന് കല്യാണക്കളി എന്നും പേരുണ്ട്. വധുവിന് ചുറ്റും നിന്ന് കൈകൊട്ടി നൃത്തം ചെയ്യുന്ന കലാരൂപം ഏത്? ഉത്തരം ഒപ്പന. സാമൂഹ്യ വിമർശനത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും ഉപാധിയായി ഉപയോഗിക്കുന്ന ചിത്രകല ഏത്? ഉത്തരം കാർട്ടൂൺ കാരിക്കേച്ചർ. കൊളാഷ്, പോസ്റ്റർ രചന എന്നിവ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചിത്രകല. ഇന്ത്യൻ ചിത്രകലയിലെ പ്രധാനിയും ദമയന്തി, ശകുന്തള, ലക്ഷ്മി തുടങ്ങി അനേകം എണ്ണച്ചായ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്ത ചിത്രകാരൻ ആര്? ഉത്തരം രാജാ രവിവർമ്മ.